പാർലമെന്റ് അതിക്രമ കേസിൽ രണ്ടുപേർ കൂടി പിടിയിൽ. കൈലാഷ് മഹേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഭഗത് സിംഗ് സമൂഹ മാധ്യമ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് പിടിയിലായത്. അതിനിടെ മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചെന്ന് മുഖ്യ ആസൂത്രകൻ ലളിത് ജായുടെ മൊഴി. കൂട്ടാളികൾ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ഫോണുകൾ നശിപ്പിച്ചത്. ലളിത് ജായുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ലളിത് ജായിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് ഡൽഹി സ്പെഷ്യൽ സെൽ കരുതുന്നത്. തെളിവെടുപ്പിന്റെ ഭാഗമായി പുകയാക്രമണം പുനഃസൃഷ്ടിക്കാനും പോലീസ് ഒരുങ്ങുകയാണ്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഏറ്റവും പുതിയ വിവരങ്ങൾ. ധന്യ, പാർലമെന്റ് അതിക്രമ കേസിൽ രണ്ടുപേർ കൂടെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ പിടിയിലാണ് ഇവർ ആയിരിക്കുന്നത്. മഹേഷ്, കൈലാഷ് എന്ന് പറയുന്ന ലളിത് ഝായുടെ കൂട്ടാളികളാണ് പിടിയിലായിരിക്കുന്നത്. ഇവരാണ് ലളിത് ഝായെ രക്ഷപ്പെടാൻ സഹായിച്ചത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഭഗത് സിംഗ് എന്ന് പറയുന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ഇവർ എന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. രാജസ്ഥാൻ സ്വദേശികളാണ് അറസ്റ്റിലായ രണ്ടുപേരും. നേരത്തെ ഈ ലളിത് ഝാ ഈ അതിക്രമം നടത്തിയതിനു ശേഷം ലളിത് ഝാ രക്ഷപ്പെട്ടത് രാജസ്ഥാനിലേക്കായിരുന്നു. ഇവരുടെ സഹായത്തോടു കൂടിയാണ് ലളിത് ഝാ രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഏതായാലും അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിൽ ഈ പ്രതികളുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ആ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്നൊരു മൊഴിയാണ് ഇപ്പോൾ ലളിത് ഝാ നൽകിയിരിക്കുന്നത്. 4 കൂട്ടാളികളെയും അറസ്റ്റിലായതിന് തൊട്ട് പിന്നാലെയാണ് ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ചിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നശിപ്പിച്ചത് എന്നാണ് അറിയുന്നത്. ഏതായാലും ലളിത് ഝായെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അതിക്രമം നടന്നത് ഒന്നുകൂടെ പുനഃസൃഷ്ടിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത് പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇന്ത്യ ഗേറ്റിൽ വെച്ചാണ് ഈ അതിക്രമത്തിന് അരമണിക്കൂർ മുമ്പ് പ്രതികൾ ഒത്തുചേർന്നത്. അവിടെ വെച്ചുള്ള ശ്രമങ്ങൾ, അവിടെ വെച്ച് നടന്ന കൃത്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഒരു തെളിവെടുപ്പിനാണ് പോലീസ് ഒരുങ്ങുന്നത്. ഏതായാലും ഈ കേസിൽ അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. അതേസമയം പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിപക്ഷ ബഹളം ഉണ്ടായി. ഇതിനെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ധന്യ. സുവി.